ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്യൂഡീസർ എന്ന മൂവിയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ കണ്ടിട്ടുള്ള മനോഹരമായ ഇറോട്ടിക് മൂവി ഏതെന്ന് ചോദിച്ചാലുള്ള ഉത്തരമാണ് ഈ സിനിമ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ അങ്ങനെ പറയാൻ കാരണമെന്ന്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അവിടെ ഒന്നും തന്നെ മറച്ചു പിടിക്കാനായിട്ട് സംവിധായകൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിത്രം അതിൻ്റെ പരിപൂർണതലം വരെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. സിനിമയുടെ കേന്ദ്ര കഥാപാത്രം സിസിലിയാണ്. അവളുടെ അച്ഛൻ്റെ അകാല മരണത്തിന് ശേഷം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. അവൾ തൻ്റെ വികാരപരമായ ശൂന്യത നികത്താൻ എളുപ്പമുള്ള പരിഹാരങ്ങൾ തേടുകയും വിവിധ ആളുകളുമായി അടുപ്പം പുലർത്തുകയും ചെയ്യുന്നു. ഇതാണ് സിനിമയുടെ കഥാഗതി. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ സിനിമ സമ്മാനിക്കും. പിന്നെ കണ്ടു കഴിയുമ്പോൾ അഭിനയിച്ച 2 സുന്ദരികളായ നായികമാരെയും നിങ്ങൾ മറക്കില്ല. ഫ്രാൻസിലെ സംസ്കാരത്തെപ്പറ്റിയൊന്നും എനിക്കത്ര അറിയില്ല. അവിടെ ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ് ഇത്. തൻ്റെ അച്ഛൻ്റെ മരണം അവളെ അതീവ ദുഃഖിതയാക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരോട് ആളൊരു സെക്സ് അഡിക്ഷനെ പോലെയാണ് പെരുമാറുന്നത്. എങ്കിലും അവൾ കാരണം കുറേ ആളുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവിടുത്തെ തൊഴിലില്ലായ്മയും അതുമൂലം ആളുകൾ എന്തു ജോലി ചെയ്യേണ്ടതായി വരുന്നതും പ്രേമവും അതിൻ്റെ തകർച്ചയും പിന്നീടുള്ള കൂടിച്ചേരലും എല്ലാമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. ഇതിൻ്റെയെല്ലാം അവസാനം അല്ലെങ്കിൽ ബേസിക് എന്ന് പറയുന്നത് സെക്സ് ഫാമിലിയൊക്കെ ആണല്ലോ. അത് സിനിമയിൽ പറയുന്നില്ല, ഞാൻ കയ്യിൽ നിന്നിട്ടതാണ്. അതുപോലെ തന്നെ നഗ്നതയ്ക്ക് സെക്സുമായി യാതൊരു ബന്ധവുമില്ലെന്നും സംവിധായകൻ പറയുന്നില്ലേ എന്നൊരു തോന്നൽ. പക്ഷേ നമ്മുടെ ഇവിടെ സ്ഥിതി അതല്ല. കേവലം കാൽപാദമോ അരക്കെട്ടോ കണ്ടാൽ മതി ഉദ്ധാരണമുണ്ടാകുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് ഇവിടുത്തെ സ്ത്രീകളുടെ സഞ്ചാരം. എന്തായാലും പടം ഫുള്ള് കളറാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ചിത്രത്തിൻ്റെ ഭൂരിഭാഗവും അഡൽട്ട് കണ്ടൻ്റാണ്. സാധാരണ സിനിമ പോലെയല്ല, അത് വളരെ ഓപ്പണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 80+ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത തവണ കാണാം. താങ്ക് യു.